നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സില് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോ എന്ത് ചെയ്യുന്നറിയോ? നിബിധങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ നിബിധങ്ങളും സഹാബത്തും ഉണ്ടാവുമോ? അങ്ങനെ ഒരു അതമുണ്ട്. വലിയ ആളുകൾ തുടങ്ങാൻ കാത്തു. അപ്പൊ ഇവര് ബിസ്മി ചൊല്ലി തുടങ്ങുന്നതിന്റെ മുമ്പ് ബിസ്മി ചൊല്ലാതെ ആ ഭക്ഷണത്തിൽ കൈകുത്താൻ വേണ്ടി, ഇത് മുസ്ലിമിന്റെ ഹദീസാണ്, എന്ത് ചെയ്തു? ഒരഅറാബിയുടെ രൂപത്തില് ഒരഅറാബിയെ ബേക്കുന്ന ആരെ പിടിച്ചുന്തുന്നത് പോലെ ഇങ്ങോട്ട് വന്നു നിബിധങ്ങൾ എടുത്തു. ആ അറാബി നോക്കുമ്പോ വേറെ ഒരു പെൺകുട്ടി ബേക്കുന്ന ഒരാള് ഇന്നെന്ന് എന്ത് ചെയ്ത് ഉന്തി മുന്നോട്ടേക്ക് തള്ളുന്നത് പോലെ കൈകുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ശൈത്താൻ എന്ത് ചെയ്താണ്? നമ്മള് ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാല് അതിൽ മൂപ്പർക്ക് പങ്കെടുക്കാനാവില്ല. മൂപ്പരെ ഫുഡ് അന്ന് നമ്മളെ അടുത്തുണ്ടാവില്ല, വേറെ വേണ്ടി വരും. അതുകൊണ്ട് അവനിക്ക് ഈ ഭക്ഷണം ഹലാലാക്കാൻ ബിസ്മി ചൊല്ലാതെ അതിൽ കൈകുത്താൻ വേണ്ടി ഈ അറാബിയെയും ആ ജാരിയത്തിനെയും കൊണ്ടുവന്നതാണ്. അതാണ് ഞാൻ തടുത്തത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതൊന്നും തമാശ കളിയൊന്നല്ല. ശൈത്താനെ ദിക്ർ ചൊല്ലിയാൽ ഓൻ വരൂല. ഞാൻ പറഞ്ഞില്ലേ, വാതില് അടക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് വാതിൽ അടച്ചാൽ നിങ്ങൾ ലോക്കൊന്നും ചെയ്യണ്ട, കള്ളം വരുമായിരിക്കും. അതേ സമയത്ത് ശൈത്താൻ ഉണ്ടാവൂല, നല്ല ഒരു മാന്യത കാണിക്കും. ബിസ്മി ചൊല്ലിയിട്ട് അടച്ചല്ലേ ഉറപ്പാ. ശൈത്താൻ തുറക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. ഏത് ബിസ്മി ചൊല്ലിയിട്ട് വാതിൽ ജാരിയാദികൾ ഒരു ലോക്കവും ഇല്ലെങ്കിലും ശൈത്താൻ തുറക്കൂല. അതുപോലെ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിയൂറ്റാൻ ഓൻ ഇടപെടൂല. ഓൻ ഇടപെട്ടാ ഇപ്പൊ എന്താ ഉണ്ടാവാ? ഇടപെട്ട പല സംഗതികളുണ്ടാവും. ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് ഇബാദത്ത് ചെയ്യാനാണ്. ആ ഭക്ഷണം കഴിച്ചിട്ട് എന്തായി, സാധാരണ നടക്കുന്ന വിരുദ്ധൊന്നും നടക്കാനില്ല, ഉറക്കം തൂക്കിപ്പോയി കിടന്ന് അപ്പാടം ഉറങ്ങിപ്പോയി, സുബഹി വാങ്ങും മാറിയെന്ന് അന്നത്തെ തഹജ്ജുദും പോയി. ഇതൊക്കെ പോയാ ചെറിയ നഷ്ടാണോ? അത് ഈ ഒരു പിശാചിന്റെ ഇടപെടൽ കൊണ്ട് ആകാം. അതുകൊണ്ട് എപ്പോഴും ദിക്റുല്ലാഹി ജല്ല ജലാലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ, അത് നമ്മുടെ പതിവാക്കിയാൽ എല്ലാ ശൈത്വാനിൽ നിന്നും നമുക്ക് സേഫാണ്.